തമിഴ്നാട് CM വിജയിയെ അൺഫോളോ ചെയ്ത നടി തൃഷ കൃഷ്ണൻ പിറന്നാൾ ദിനത്തിൽ ആശംസകളും അറിയിച്ചില്ല. വിജയുമായുള്ള സമൂഹമാധ്യമങ്ങളിലെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തൃഷയുടെ ഈ നീക്കം. 6 സിനിമകൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, ഈയിടെയാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നത്. വിജയുടെ അമ്മയുടെ പ്രേരണയിൽ ആദ്യ ഭാര്യ, നേരത്തെയുള്ള ഭാര്യ, ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല, സംഗീതയുമായി വിജയ് ഒന്നിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ. സംഗീത അമേരിക്കയിൽ നിന്ന് ചെന്നൈയിലെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ചില സർപ്രൈസുകൾ ബാക്കിയുണ്ട് എന്ന് ആരാധകർ ട്വീറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം ചില കാര്യങ്ങൾക്ക് ബലം പകരുകയാണോ തൃഷയുടെ നടപടി? ആ നീക്കങ്ങൾക്ക് തന്നെയാണ് ബലം പകരുന്നത് രഞ്ജിത്ത് എന്ന് വിളിക്കേണ്ടി വരും. കാരണം അത് സ്പെക്കുലേഷനായിട്ട് നിരുന്ന ഒരു കാര്യമാണ്. വിജയുടെ അമ്മ സംഗീതയുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷനിടയിൽ നിൽക്കുകയാണെന്നുള്ളത്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു നീക്കത്തിലേക്ക് വീണ്ടും ആ ബന്ധം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് വിജയുടെ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിനമ്മ മതസ്ഥയിൽ നിൽക്കുന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷേ തൃഷയുടെ ഈ നീക്കം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു വിജയുടെ 52ാമത്തെ പിറന്നാൾ. സാധാരണയായി കഴിഞ്ഞ 3 വർഷങ്ങളിലായി തുടർച്ചയായി ഇപ്പോൾ ബർത്ത്ഡേ പോസ്റ്റുകൾ മാത്രമല്ല, അല്ലാതെയും വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ തൃഷ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തൃഷയുടെ ഭാഗത്തു നിന്നും ഒരു പോസ്റ്റ് പോലും കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകരുടെ ഭാഗത്തു നിന്നും ഞെട്ടലുമുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു നടൻ മാത്രമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടി ആകുന്ന സ്ഥിതിക്ക് അതുകൊണ്ടൊരു ഡിസ്റ്റൻസ് ഇട്ടതാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് തൃഷ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വിജയ് അൺഫോളോ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കും കൂടി നീങ്ങിയത്. ഈ നീക്കം വീണ്ടും വിജയുടെ കുടുംബജീവിതം ഒന്നിക്കുന്ന രീതിയിലേക്ക് മാറുകയാണെന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങളും നിൽക്കുകയാണ്. ആരാധകരുടെ ഭാഗത്തു നിന്നും ഇത് വലിയൊരു ഞെട്ടൽ രേഖപ്പെടുത്തുന്നതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ TVK 108 സീറ്റുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഇപ്പോൾ 120 പക്ഷേ 108 ആയിട്ട് നിൽക്കുന്ന സമയത്ത് വിജയുടെ വസതിയിലേക്ക് വന്ന ഏക വ്യക്തി തൃഷയെ മാത്രമാണ് അകത്ത് കയറ്റുകയും പിന്നീടുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ഒരു പക്ഷേ തൃച്ചി ഈസ്റ്റിൽ വിജയ് ഒഴിയുന്ന സമയത്ത് തൃഷ പോലും മത്സരിക്കുമെന്ന രീതിയിലൊക്കെ വാർത്തകളും വന്നിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് അതിനിടയിൽ ഒരു നിർമ്മാതാവിൻ്റെ മകളുടെ വെഡ്ഡിംഗ് റിസപ്ഷന് വിജയും തൃഷയും കൂടി ഒരുമിച്ച് വരുന്ന സാഹചര്യം. അതും സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കൃത്യം ഒരാഴ്ചകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു നീക്കവും കാണുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ സിനിമാ മേഖലയിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമയിൽ പോലും തൃഷ ഒരു ഡാൻസ് നമ്പറിൽ എത്തിയിരുന്നു. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളൊരു ചോദ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതൊരു കേവലം ഒരു ഗോസിപ്പ് കോളത്തിൽ നിൽക്കുന്നത് മാത്രമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടിയാണ് വിജയ്. അതുകൊണ്ട് തന്നെ തൃഷയുമായി ബന്ധപ്പെട്ടുള്ള സ്പെക്കുലേഷൻ, ഏറ്റവും ഒടുവിൽ അജിത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത് പോലും വിജയും തൃഷയും ഒരുമിച്ചാണ് അജിത്തിനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പിറന്നാൾ ദിനത്തിൻ്റെ അടുത്ത ദിവസം തന്നെ തൃഷ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. അത് 2 കാര്യങ്ങൾ കൊണ്ടാകാം. ഒന്ന്, ഈ ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര മോശമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയോ എന്നുള്ളതാണ്. കാരണം ഇതിന് മുന്നേ തന്നെ വാർത്താമാധ്യമങ്ങളിൽ ഒരുപക്ഷെ സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പോലും ഒരു നടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധം കുറിച്ചാണ് ചോദിച്ചിരുന്നത്. അപ്പോഴെല്ലാം തൃഷ കൃഷ്ണനിലേക്ക് തന്നെയാണ് വിരലുകളും ചൂണ്ടിയിരുന്നത്. അതിന് പിന്നാലെയും ആ ബന്ധം മുന്നോട്ട് പോയി എന്നതും പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊരു നീക്കം, അത് എന്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വിജയ് ആരാധകരുടെ മുമ്പിലും സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വിജയുടെ അമ്മ ഇപ്പോൾ സംഗീതയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇരുവരും ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല, പക്ഷേ ആ ഒരു ബന്ധം തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. നേരത്തെ വിജയുടെ മകനായ ജേസൺ വിജയ് അൺഫോളോ ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തൃഷയും കൂടി വിജയ് അൺഫോളോ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് രഞ്ജിത്ത്.